നമസ്കാരം. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ചതിയനാണ് കെ.സി. വേണുഗോപാൽ. തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കയ്യും കെട്ടി നിന്നു. വൻ വിജയമുണ്ടാക്കിയതോടെ മുഖ്യമന്ത്രി സ്ഥാനത്തിനു വേണ്ടി കടിപിടി. തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് താൻ മുഖ്യമന്ത്രിയാകാൻ ഇല്ല എന്നാണ്. എന്നാൽ പിന്നീടാണ് നിലപാട് മാറ്റിയത്. കേരളത്തിലെത്തിയ ഹൈക്കമാൻഡിൻ്റെ നിരീക്ഷകർ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും എം.എൽ.എമാരെ കണ്ടു, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. പക്ഷേ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെതായി ഒരു ചിത്രം പുറത്തു വന്നിരുന്നു. മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലുള്ള മുഖ്യമന്ത്രി ആരാകണം എന്ന് രേഖപ്പെടുത്തിയ പട്ടികയിലെ ഒരു ഭാഗമാണ് പുറത്തു വന്നത്. അതിൽ ഉദുമ എം.എൽ.എ. നീലകണ്ഠൻ്റെ പേരിൻ്റെ ഭാഗം ശൂന്യമായിരുന്നു. അതായത് അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. എന്നാൽ ഇത് തെറ്റാണെന്നും മുഖ്യമന്ത്രി ആരാകണം എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായം താൻ നിരീക്ഷകരോട് പറഞ്ഞെന്നും കാണിച്ച് നീലകണ്ഠൻ ഹൈക്കമാൻഡിന് മെയിൽ അയച്ചിട്ടുണ്ട്. എന്നാൽ പുറത്തു വന്ന ചിത്രം വ്യാജമാണെന്നും കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും നമുക്ക് പറയേണ്ടി വരും. കാരണം ആ ചിത്രം ഇന്ത്യൻ എക്സ്പ്രസിന് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. മറ്റൊരു മാധ്യമങ്ങൾക്കും ആ ചിത്രം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ ദൃശ്യങ്ങളും ഇല്ലായിരുന്നു. മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ലാപ്ടോപ്പിലാണ് എം.എൽ.എമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ശരിയുമായിരിക്കും. കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് പോലെ ഗൗരവമുള്ള ഒരു വിഷയത്തെ ഇത്ര സൂക്ഷ്മതയില്ലാതെ ആരും കൈകാര്യം ചെയ്യില്ല. ഇനി അഥവാ ലാപ്ടോപ്പിലല്ലാതെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ഫയലിലാക്കിയോ മറ്റോ ആയിരിക്കും വെക്കുന്നത്. പക്ഷേ ഇത് പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ പട്ടിക എഴുതുന്നത് പോലെയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഇത് കൃത്രിമമാണെന്ന് പറയേണ്ടി വരും. ഡൽഹിയിലും ബോംബെയിലും അടക്കം കെ.സി. വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കണമെന്ന ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരുന്നു. അതൊക്കെ കെ.സി.യുടെ വികൃതികളാണെന്ന് തന്നെ നമുക്ക് അനുമാനിക്കാം. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കെ.സി. വേണുഗോപാൽ എന്താണ് ചെയ്തത്? ഒരു ചുക്കും ചെയ്തില്ല. എം.പിമാരെ മത്സരിപ്പിക്കേണ്ട എന്നായിരുന്നു ഹൈക്കമാൻഡിൻ്റെ അന്നത്തെ തീരുമാനം. കെ. സുധാകരന് മത്സരിക്കാനുള്ള താല്പര്യവും ആഗ്രഹവും ഉണ്ടായിരുന്നു. ഒടുവിൽ ഹൈക്കമാൻഡിൻ്റെ നിർബന്ധത്തിനും അദ്ദേഹം വഴങ്ങി. അദ്ദേഹം മത്സരിച്ചില്ല. കെ. സുധാകരൻ ചെയ്യാത്ത എന്ത് സംഭാവനയാണ് കെ.സി. വേണുഗോപാൽ പാർട്ടിക്ക് വേണ്ടി ചെയ്തത്? കണ്ണൂരിലെ പാർട്ടി കോട്ടകളിൽ ആയ കാലത്ത് നെഞ്ചുവിരിച്ചു നിന്ന് കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ സുധാകരൻ പൊരുതിയതിൻ്റെ ഫലമാണ് ഇന്ന് കണ്ണൂരിലെ കോൺഗ്രസിൻ്റെ വിജയം. ആ മനുഷ്യനെ തള്ളിക്കളഞ്ഞു. വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന് ചുക്കാൻ പിടിച്ച പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി 3 സീറ്റുകൾ BJP പിടിച്ചു. 2031 അത് വീണ്ടും കൂടും. കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നെങ്കിൽ വേണുഗോപാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമായിരുന്നോ? ഇല്ല. ഇതിപ്പോൾ കേരളത്തിലെ വോട്ടർമാരെ മൊത്തം കബളിപ്പിക്കുകയാണ് വേണുഗോപാൽ. ഒരാൾക്ക് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി 2 ഇടത്ത് ഉപതെരഞ്ഞെടുപ്പ് നടത്തണോ? അതിനുവേണ്ടി കോടിക്കണക്കിന് രൂപ പൊതു ഖജനാവിൽ നിന്ന് മുടക്കണോ? ഇതൊന്നും ജനങ്ങൾ അനുവദിച്ചു കൊടുക്കരുത്. പിണറായി വിജയന്റെയും ശിങ്കിടികളുടെയും 10 കൊല്ലത്തെ കിരാത ഭരണത്തിൽ നിന്ന് നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടതേയുള്ളൂ. അവർക്ക് രാഷ്ട്രീയം കളിക്കാനുള്ളതല്ല നമ്മുടെ നികുതിപ്പണം. ഒരുത്തൻ മുഖ്യമന്ത്രിയാകാൻ കളിക്കുന്ന നാണം കെട്ട് നാറിയ കളികൾ 4 കോടി ജനങ്ങൾ കയ്യും കെട്ടി കണ്ടു നിൽക്കണമെന്ന് പറഞ്ഞാൽ അതെന്തൊരു ഗതികേടാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പോക്ക് നാശത്തിലേക്കാണ്. കേരളത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും